നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാണ്ഡം 89 സർഗഃ 89 സർഗം. 89 സർഗത്തിലെ 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സാമാന്യമായ അർത്ഥമൊന്ന് ചിന്തിക്കാം. 89 സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. വ്യൂഷരാത്രിം തു തത്രൈവ ഗംഗാകുലേ സരാഘവഃ കാല്യമുത്ഥായ ശത്രുഘ്നം ഇദം വചനമബ്രവീദ. ശത്രുഘ്നോ ഉത്തിഷ്ഠ കിം ശേഷേ നിഷാദാധിപതിം ഗുഹം ശീഘ്രമാനായ ഭദ്രം തേ താരയിഷ്യതി വാഹിനിം. ജാഗർമിനാഹം സ്വപിമി തഥൈവാര്യം വിചിന്തയൻ ഇത്യേവമബ്രവീത് ഭ്രാതാ ശത്രുഘ്നോ വിപ്രചോദിതഃ. ഇതി സംവദതോരേവം അന്യോന്യം നരസിംഹയോഃ ആഗമ്യ പ്രാഞ്ജലി കാലേ ഗുഹോ വചനമബ്രവീത്. കച്ചിത് സുഖം നദീതീരേ വാത്സികാകുൽസ്ഥശർവരിം കച്ചിച്ച സഹസൈന്യസ്യ തവ നിത്യമനാമയം. ഗുഹസ്യ തത്തു വചനം ശ്രുത്വാ സ്നേഹാദുദീരിതം രാമസ്യാനുവശോ വാക്യം ഭരതോപിതമബ്രവീത്. സുഖാനശർവരീ ശ്രീമൻ പൂജിതാച്ഛാപിതേ വയം ഗംഗാം തു നൗഭിർബഹ്വീഭിർദാശാസന്താരയന്തു നഃ. തതോ ഗുഹസന്ദ്വരിത ശ്രുത്വാ ഭരതശാസനം പ്രതിപ്രവിശ്യ നഗരം തം ജ്ഞാതി ജനമബ്രവീത്. ഉത്തിഷ്ഠ പ്രബുദ്ധ്വത്വം ഭദ്രമസ്തു ഹി സദാ നാവസമുപകർഷധ്വജം താരയിഷ്യാമി വാഹിനിം. 9-ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഉത്തിഷ്ഠ പ്രബുദ്ധ്യത്വം ഭദ്രമസ്തു ഹി സദാ നാവസമുപകർഷധ്വം താരയിഷ്യാമി വാഹിനിം. തേ തഥോക്തോ സമുദ്ധായ ത്വരിതാ രാജശാസനാത് പഞ്ചനാവാംശദാന്യേവ സമാനിന്യുസമന്തതഃ. അന്യാസ്വസ്തികവിജ്ഞേയ മഖാകണ്ഠാധരാവരാഹ ശോഭമാനാ പതാകിന്യോ യുക്തിവാഹാസു സംഹതഃ. തതസ്വസ്തികവിജ്ഞേയം പാണ്ഡുകമ്പളസംവൃതാം സനന്ദിഘോഷം കല്യാണിം ഗുഹോനാവമുപാഹരത്.
ഏകോനനവതിതമ സർഗ 89-ാം സർഗത്തിലെ 1 തുടങ്ങി 12 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഭരതനും ശത്രുഘ്നനും മറ്റുള്ള മഹാജനത്തോടുകൂടി ഗംഗാതീരത്ത് കിടന്നുറങ്ങി. കാലത്തിപ്പോൾ ശത്രുഘ്നനെ ഉണർത്തുകയാണ് ഭരതൻ. വേഗം പോകാൻ വേണ്ടി ധൃതി കൂട്ടുകയാണ്. 89-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. വ്യുഷ്യരാത്രിം തു തത്രൈവ ഗംഗാകുലേ സരാഘവഃ കാല്യമുത്ഥായ ശത്രുഘ്നം ഇദം വചനമബ്രവീതം. രാത്രി അവിടെ ആ ഗംഗാതീരത്ത് കിടന്നിട്ട് ഭരതൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ശത്രുഘ്നനോട് പറഞ്ഞു. ശ്ലോകം 2. ശത്രുഘ്നോ ഉത്തിഷ്ഠ കിം ശേഷേ നിഷാദാധിപതിം ഗുഹം ശീഘ്രമാനായ ഭദ്രം തേ താരയിഷ്യതി വാഹിനിം. ശ്ലോകം 2-ന്റെ അർത്ഥം. ശത്രുഘ്ന, എഴുന്നേൽക്കൂ. എന്താണ് കിടക്കുന്നത്? നിഷാദാധിപതിയായ ഗുഹനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ. നിനക്ക് മംഗളം. നമുക്കുടനെ പുഴ കടക്കണം. ശ്ലോകം 3. ജാഗർമിനാഹം സ്വപിമി തഥൈവാര്യം വിചിന്തയൻ ഇത്യേവമബ്രവീത് ഭ്രാതാ ശത്രുഘ്നോ വിപ്രചോദിതഃ. ശ്ലോകം 3-ന്റെ അർത്ഥം. ഇങ്ങനെ പ്രചോദിതനായ ശത്രുഘ്നൻ ഉടനെ പറഞ്ഞു, ഞാനും ഉറങ്ങുകയല്ല ജ്യേഷ്ഠ, ഉറങ്ങാതിരിക്കുക തന്നെയാണ്. മൂത്ത ജ്യേഷ്ഠനെ ഓർത്തും കൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാതെ ഇരിക്കുകയാണ്. ശ്ലോകം 4. ഇതി സംവദതോരേവം അന്യോന്യം നരസിംഹയോः ആഗമ്യ പ്രാഞ്ജലിക്കാലേ ഗുഹോ വചനമബ്രവീത്. ശ്ലോകം 4-ന്റെ അർത്ഥം. ഇങ്ങനെ ആ 2 നരശ്രേഷ്ഠന്മാരും അന്യോന്യം പറഞ്ഞുകൊണ്ടിരിക്കെ വെളുക്കുമ്പോഴേക്കും കൂപ്പിയ കയ്യോടെ എത്തിയ ഗുഹൻ പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം. കച്ചിത് സുഖം നദീതീരെ വാത്സികാകുൽസ്തശർവരിം കച്ചിച്ച സഹസൈന്യസ്യ തവ നിത്യമനാമയം. ശ്ലോകം 5-ന്റെ അർത്ഥം. കാകുൽസ്ഥ, പുഴക്കരയ്ക്ക് തന്നെ അങ്ങ് രാത്രി കഴിച്ചുകൂട്ടി. സൈന്യത്തിനും അങ്ങേക്കും ഒരു അസൗകര്യവും ഉണ്ടായില്ലെന്ന് ഞാൻ കരുതിക്കോട്ടെ. ശ്ലോകം 6. ഗുഹസ്യ തത്തു വചനം ശ്രുത്വാ സ്നേഹാദുദീരിതം രാമസ്യാനുവശോ വാക്യം ഭരതോപിതമബ്രവീത്. ശ്ലോകം 6-ന്റെ അർത്ഥം. സ്നേഹത്തോടെ ഗുഹൻ പറഞ്ഞത് കേട്ടിട്ട് ശ്രീരാമന് അധീനനായ ഭരതൻ ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 7. സുഖാന ശർവരീ ശ്രീമൻ പൂജിതാച്ഛാപിതേ വയം ഗംഗാം തു നൗഭിർബഹ്വീഭിർ ദാശാസന്താരയന്തുനഃ. ശ്ലോകം 7-ന്റെ അർത്ഥം. ശ്രീമൻ, ഞങ്ങൾ രാത്രി സുഖമായി കഴിച്ചു. അങ്ങ് ഞങ്ങളെ നന്നായി സൽക്കരിച്ചു. ഇനി ദാസന്മാർ ഞങ്ങളെ അനവധി നൗകകൾ കൊണ്ടുവന്ന് ഗംഗാനദി കടത്തുമാറാവട്ടെ. ശ്ലോകം 8. തതോ ഗുഹസന്ത്വരിത ശ്രുത്വാ ഭരതശാസനം പ്രതിപ്രവിശ്യ നഗരം തം ജ്ഞാതിജനമബ്രവീത്. ശ്ലോകം 8-ന്റെ അർത്ഥം. അപ്പോൾ ഗുഹൻ ഭരതശാസനമനുസരിച്ച് ഏറെ തിടുക്കപ്പെട്ട നഗരിയിലേക്ക് തിരിച്ചുപോയി തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു. ശ്ലോകം 9. ഉത്തിഷ്ഠ പ്രബുദ്ധ്യത്വം ഭദ്രമസ്തു ഹി വസ്സദാ നാവസമുപകർഷത്വം താരയിഷ്യാമി വാഹിനിം. ശ്ലോകം 9-ന്റെ അർത്ഥം. എഴുന്നേൽക്കൂ, ഉറക്കം വിടൂ. നിങ്ങൾക്ക് ഭദ്രം ഭവിക്കട്ടെ. തോണികൾ ഇറക്കുവിൻ. ഉടനെ നമുക്ക് പുഴ കടക്കണം. ശ്ലോകം 10. തേ തഥോക്ത സമുദ്ധായ ത്വരിതാ രാജശാസനാത് പഞ്ചനാവാംശതാന്യേവ സമാനിന്യുസമന്തതഃ. ശ്ലോകം 10-ന്റെ അർത്ഥം.
അത് കേട്ട് അവർ എഴുന്നേറ്റ് രാജശാസനപ്രകാരം 500 തോണുകൾ ചുറ്റുപാടും നിന്ന് കൊണ്ടുവന്നു. ശ്ലോകം 11. അന്യാ സ്വസ്തിക വിജ്ഞേയ മഹാഖണ്ഡാധരാവരാഹ ശോഭമാനാ പതാകിന്യോ യുക്തവാഹാസു സംഹിതാഃ. ശ്ലോകം 11ൻ്റെ അർത്ഥം: കൂടാതെ മണികൾ കെട്ടിയവയും കൊടികൾ പാറുന്നവയും ഭംഗിയുള്ളവയും നിപുണന്മാരായ നാവികന്മാരോട് കൂടിയവയുമായ സ്വസ്തികമെന്നറിയപ്പെടുന്ന ഇണവഞ്ചികളും കൊണ്ടുവന്നു. ശ്ലോകം 12. തതസ്വസ്തിക വിജ്ഞായാം പാണ്ഡുകമ്പളസംവൃതാം സനന്ദിഘോഷാം കല്യാണിം ഗുഹോ നാവമുപാഹരത്. ശ്ലോകം 12ൻ്റെ അർത്ഥം: അപ്പോൾ ഗുഹൻ വെള്ളക്കമ്പളം വിരിച്ചതും വാദ്യങ്ങൾ മുഴങ്ങുന്നതുമായ ഒരു മനോഹരമായ സ്വസ്തിക കൊണ്ടുവന്നു, നൗക കൊണ്ടുവന്നു. 12 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. 89-ാം സർഗത്തിലെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.